അപ്പോൾ ഞങ്ങൾ പൊങ്കാലിക്ക് പോവാ. ചിന്നീൻ്റെ അവിടെ പൊങ്കാലയാണേ. അപ്പോൾ അതിന് വേണ്ടി പോവാ. ലിച്ചോട്ടാ ലിച്ചോട്ടെ പൊങ്കാലിക്ക് പോവാ. ലിച്ചോ പൊങ്കാലിക്ക് പോവാറ്. ലിച്ചോ ഓടി ഫ്രണ്ടിൽ. പൊക്കാല അപ്പം നമ്മുടെ പൊങ്കാലൊക്കെ തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാവരും ചട്ടിയിലൊക്കെ അരിയൊക്കെ കഴുകി ഇടാൻ തുടങ്ങി കേട്ടോ. പിന്നെ എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ അത് മാത്രം ജയദേമ്മൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാ. ജയദേമ്മ പറഞ്ഞാൽ അവർക്ക് അറിയാലോ, നമ്മുടെ ചിന്നുവിൻ്റെ അമ്മ. അതാട്ടാ നമ്മുടെ ജയദേമ്മക്ക് അതാ നിൽക്കണു കേട്ടോ. അവരൊക്കെ നമ്മളെ കണ്ട് നമ്മൾ നോക്കിയതാണ്. ഇതാ ജയദേമ്മ അരി കഴുകിയിടുന്നുണ്ട്. ഇത് നമ്മുടെ അളിയൻ്റെ വൈഫാട്ടോ. ആളാണ് പൊങ്കാല ഇടുന്നത്. എന്താ ബാക്കിയൊക്കെ അതാ എല്ലാവരും ഇടുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ഇങ്ങനെ ആ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ആറ്റം വരെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയതേ. അപ്പോൾ എല്ലാവരും അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട്. എന്തായാലും നമ്മുടെയൊക്കെ അരി കഴുകി ഇടുന്നത് നമുക്ക് കാണാൻ പറ്റി. ഇവരൊക്കെ ഫ്രണ്ട്സാട്ടോ, ഈ തൊട്ടടുത്തടുത്ത് നിൽക്കുന്നവരൊക്കെ. ഇത് നമ്മുടെ കൂട്ടുകാരി. പിന്നെ അളിയൻ്റെ വൈഫിൻ്റെ അമ്മയാണ് അതാ ചുരിദാറിട്ട്. ഇപ്പുറത്ത് നമ്മുടെ അടുത്ത വീട്ടിലെ അഞ്ചിറ്റ നമ്മുടെ മുത്തിട്ടാ അഞ്ചിറ്റിന് മോളാണേ. ഇവരൊക്കെ എല്ലാവരും അയൽവക്കാരാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ വോയിസ് ഇടാന്ന് വിചാരിച്ച് വേറൊന്നുമല്ല. അവിടെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കിട്ടുന്നുണ്ട്. അവർ അവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഇടാന്ന് വിചാരിച്ചിട്ടോ. അതിൽ നമുക്ക് കോപ്പിറൈറ്റ് വരില്ലേ, അതാണ് സംഭവം. അതുകൊണ്ടാണ് വോയിസ് ഇട്ടത്. അപ്പോൾ എല്ലാവരും അമ്മമാരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ അമ്മമാരൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ ഏതോ ഒരു കൊല്ലം മുന്നേ വന്നിട്ടുണ്ട്. അതിന് മുന്നാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം തുമ്പത്തോലെ പോകുന്നുണ്ട്. ചെറിയ ലിച്ചുട്ടൻ കുഞ്ഞായിരുന്നപ്പോളേ, ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ കേട്ടോ. വീണ്ടും ഇപ്പോൾ അവരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചുവന്ന സാരിയായിട്ട് ജയന്തി അമ്മ, ചിന്നൂൻ്റെ അമ്മയാണേ. അതെ മുത്ത് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് അതാ ഹായ് 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 എന്നൊക്കെ പറയുന്നുണ്ട്. ആള് സംസാരിക്കാനൊക്കെ ഉണ്ട്. അയ്യോ ചേട്ടാ എൻ്റെ ഇടരുതെന്നൊക്കെയാണ് നമ്മുടെ ചിന്നൂൻ്റെ നാത്തവൻ പറയണേ. മനസ്സിച്ചൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക മനസ്സിച്ചൊക്കെ. അപ്പോൾ ജയന്തി അമ്മ വളക്കൊക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ കണ്ട അല്ലേ, ഇതാ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇതാ ലിച്ചുട്ട അവിടെ തൊട്ടിപ്പുറത്ത് വീടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുക ലിച്ചുട്ട മതിലിൻ്റെ അവിടെ. അങ്ങനെ നോക്കി നിൽക്കുക ആള്. എൻ്റെ അവിടെ നല്ല ജയന്തി അമ്മേന്നൊക്കെ വിളിക്കണൊക്കെ ഉണ്ട്. വേണ്ട കൊണ്ടുപോകണം. നമ്മുടെ ഏകദേശം തിളയ്ക്കാറാവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തിളയ്ക്കാറായിട്ടുണ്ട്. എന്തായാലും തീയൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ ഈ പരിപാടി ഉണ്ടല്ലോ അല്ലേ, പൊങ്കൽ അവിടെ ഉള്ളവരൊക്കെ എല്ലാവരും കമൻറ്റ് അടിക്കുന്നത്. അത് നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. ചിന്നൊരു വീട്ടിൻ്റെ തൊട്ടപ്പുറത്തല്ല, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ പൊങ്കാല കേട്ടോ, ദേവിൻ്റെ. കുറവിട് ഇട്ടോ. നമ്മുടെ പൊങ്കാല തിളച്ചപ്പോൾ അതിൻ്റെ അമ്മയാട്ടോ കുറവിട്ടത്. തിളച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നമ്മുടെ പൊങ്കാലയൊക്കെ തിളച്ച് വന്നായിരുന്നു കേട്ടോ. നമ്മുടെ വനജച്ചിറ്റിൻ്റെ പൊങ്കാലയാണ്. അവരെല്ലാം വിളക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം കാണിക്കുന്നത് മാത്രം. ഇപ്പോൾ വനജച്ചിറ്റിൻ്റെ ഇപ്പോൾ ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ. ആവുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. പൊങ്കലൊക്കെ തിളച്ച് സെറ്റായി വരും. ഇപ്പോൾ പോയി അപ്പോൾ അതൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ എല്ലാവരുടെയും ആയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്തടുത്തുള്ളവരുടെയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ നമ്മുടെ മാത്രം എടുത്തുവെന്ന് മാത്രം. അപ്പോൾ അതങ്ങനെ തിളച്ച് പൊങ്കൽ സെറ്റായി. ഇതുണ്ട് അടുത്തൊക്കെ അവൻ്റെയൊക്കെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ. അത് അവൻ്റെയൊക്കെ ഏകദേശമായി.
ഭയങ്കര ചൂടുകൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ വിളക്കൊക്കെ കെട്ടായിരുന്നു, തിരിയൊക്കെ ചില 2-3 തിരിയൊക്കെ കെട്ടായിരുന്നു. അപ്പോൾ ജയന്തിയമ്മ സെറ്റാക്കി വെക്കുക, ഒന്നും കൂടി കൊളുത്തിയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. മിക്കവൻ്റെയും തിരിയൊക്കെ ഇങ്ങനെ കെട്ട് പോയി. കാറ്റുണ്ട്, അതിനനുസരിച്ച് ചൂട് കേട്ടോ. ചൂടിന് പിന്നെ ഒരു കുറവില്ലല്ലോ, നല്ല ചൂടാണ്. ഇച്ചിട്ടത് എല്ലാവരുടെയും നോക്കി നടക്കുക. ഞങ്ങളന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ എന്നാൽ പോയി തൊഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ചിന്നു. അപ്പോൾ എന്നാൽ ഞങ്ങളെന്നാൽ പോകാൻ പറഞ്ഞിട്ട് പോണ വഴിക്ക് എല്ലാവരും എടുക്കുകയും ചെയ്യാമല്ലോ. ഈ സൈഡിൽ 2 സൈഡിലുണ്ട് കേട്ടോ. അതങ്ങോട്ട് ഇടത്തോട്ട് കണ്ടാ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ അങ്ങോട്ട് അറ്റത്തേക്കുണ്ട്. അതാണ്ടോ അറ്റം വരെ ഉണ്ടേ, അതാ കാണുന്നു. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ പോവാട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്. ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്ര തിരക്കുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കൊല്ലം വന്നപ്പോഴേ ഇവിടെ നട്ടാ ഇത് അവിടെ പോകുമ്പോൾ നമ്മുടെ രമ്യയ്ക്കും കുഞ്ഞുമോള ആൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഇവിടെ ഇപ്പോൾ നോക്കി എന്നെ അതാ എല്ലാവരും കാണാം. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ജ്യൂസ് കൊടുത്താണേ. അവിടെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞുമോള ആൻറ്റിയാണ് കേട്ടോ. ഇത് രമ്യക്ക ഫോട്ടോ എടുക്കാൻ വിളിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിക്കുന്നത്, മോനെ ഒരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിക്കുക രമ്യക്ക. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കാരാട്ടോ. അത് അച്ഛൻ്റെ അനിയത്തിയാണ്, ചിന്നുവിൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ് കുഞ്ഞുമോള ആൻറ്റി കേട്ടോ. ഇത് കുഞ്ഞുമോളേൻ്റെ മോളാണ് രമ്യക്ക. ഇവരൊക്കെ നമ്മുടെ അയൽവക്കാരാട്ടോ. ഞങ്ങളിങ്ങനെ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതാ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2ാമത്തെ കൊല്ലവും ഇവിടെ ഉണ്ടായി എന്നാണ് അതിൻ്റെ ഒരു ഇത്. ആദ്യം കുഞ്ഞായിരുന്നപ്പോൾ വന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ല റിച്ചൂട്ട് കുഞ്ഞായിരുന്നപ്പോൾ വന്നു. ഇപ്പോൾ അതാ റിച്ചൂട്ട് 4 വയസ്സായപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വന്നു. ആ സമയത്ത് തന്നെ കറക്റ്റ് പൊങ്കൽ നമ്മുടെ അമ്പലത്തേക്ക് പോകണ വഴിയാണേ. കാണിച്ചു തരാം. അത് അങ്ങോട്ട് ഇതവിടെ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തേക്ക് ഇതാ ഇവിടെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം ഇവിടെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതാ വേണ്ട റിച്ചൂട്ടിനും ചിന്നും കൂടി ഫ്രണ്ടിലോട്ട് നടക്കാം കേട്ടോ. ഞാൻ ബാക്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ വരിക. നമുക്ക് അമ്പലത്തിൽ പാട്ട് വെച്ചതുകൊണ്ടേ അതാണ് പ്രശ്നമായത്. അതുകൊണ്ട് ഞാൻ അത്രയും വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യം വന്നത്. റിച്ചൂട്ടെല്ലാം നോക്കി നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് സംഭവം കേട്ടോ. 2 സൈഡുണ്ട്. ഈ ഇവിടെ വരുമ്പോൾ അമ്പലത്തിൻ്റെ ഈ സൈഡില്ല കേട്ടോ, ആ സൈഡ് മാത്രം. കൊടിയൊക്കെ കയറ്റിയതാണേ, കൊടി കയറ്റിയതത്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ അമ്പലം കാണണേ. ഇതാണ് അമ്പലം കണ്ട, ഇതാണ് അമ്പലം കണ്ട. നമ്മുടെ സ്റ്റേജ് ഇത് അമ്പലം അമ്മേ നാരായണ എന്ന് കണ്ട. നമ്മുടെ കൊടിമരം കേട്ടോ, ഇതാണ്ട കൊടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിറങ്ങിയിട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ പിടിച്ചില്ല. നമ്മൾ ദൈവത്തിൻ്റെ അവിടെ നിന്ന് പോയി വീഡിയോ പിടിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ പിടിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങളിനി റിട്ടേൺ തിരിച്ച് പോകാം അങ്ങോട്ട് തന്നെ. അതാ പോണു ചിന്നു, നമ്മൾ അതാ പോകണം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വരുമ്പോഴും എടുത്തായിരുന്നു, പോകുമ്പോൾ അങ്ങനെ തന്നെ വീഡിയോ എടുത്തെന്ന് മാത്രം. അതായാലും ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഇതുണ്ടോ, ഒരു ഇതൊക്കെ എല്ലാവരും ആയിട്ടോ കണ്ടോ. എല്ലാവരും തിളച്ച് സെറ്റായി, പൊങ്കലായി. ഇതാ ചിലരൊക്കെ മൂടി വെച്ചു. പൊങ്കൽ അവിടെയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണോ, എല്ലാവരും ആയി. തിരക്കായതുകൊണ്ട് ആൾക്കാരായതുകൊണ്ട് ഓരോ മറവുള്ളതുകൊണ്ടേ നേരെ പിടിക്കാനും പറ്റുന്നില്ല കണ്ടോ. എല്ലാവരുടെ ആയി, മിക്കവരുടെ ആയി കണ്ടോ. അവരുടെയൊക്കെ സെറ്റായി റെഡിയായി, ഒക്കെ റെഡി ആയതാണ്ടോ കണ്ടോ. എല്ലാ 2 സൈഡുണ്ട്. എല്ലാവർക്കും മറ്റേ തണ്ണിമത്തനും വെള്ളവും ജ്യൂസും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ഓരോ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാത്രയും ചൂടല്ലേ, എല്ലാവരും ആയിട്ടുണ്ട്. ഒന്നാമത് തീൻ്റെ ചൂട് വേറെ ചൂട് വേറെ, എല്ലാം കൂടി ഭയങ്കര ഇതാണ് കേട്ടോ. നോക്കിയേ അവരെന്തൊക്കെ പൊടിയൊക്കെ, അത് നെയ്യ് കേട്ടോ, നെയ്യാണ്. നമ്മൾ തന്നെ കേട്ടോ നെയ്യിടണേ. ഇവിടെ സെറ്റായി. വീണ്ടും നമ്മുടെ അവിടേക്ക് എത്തിയിട്ടോ. ഒക്കെ കാര്യങ്ങളെല്ലാം ഓക്കെ. അങ്ങനെ ഈ വർഷത്തെ പൊങ്കൽ അതായത് ഹായായി. കുറച്ച് നെയ്യും കാര്യങ്ങളും പഴമൊക്കെ അതിലിട്ടിട്ടുണ്ട്. നെയ്യിട്ടോ ചെറ്റിൻ്റെ വേണ്ടിയിട്ട്. അതൊരു അമ്മ അവിടെ നടക്കുന്നുണ്ട്. മുത്ത അവിടെ ഇരുന്ന് നടക്കണം. മുത്ത് ആതിരിയാണെങ്കിൽ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം പഴം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇടുക. അത് അളീൻ്റെ വൈഫാട്ടോ. ഇളക്കട്ടെ കേട്ടോ, മിക്സ് ആവട്ടെ എല്ലാം കൂടിയിട്ട്. കാണുമ്പോൾ തന്നെ അങ്ങനെയുണ്ട്, കൊതിയാവില്ലേ. നമ്മുടെ പൊങ്കലൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. തിളച്ച് എല്ലാം സെറ്റായി, നമ്മളെല്ലാം ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ പൊങ്കലെല്ലാം ആയി. നമ്മുടെ നെയ്യ് ഒഴിക്കാം കേട്ടോ. കുറച്ച് നെയ്യ് കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അവിടെ ഒഴിച്ചു മിക്സാക്കി നല്ലോണം ഇളക്കി കൊടുക്കുക.
അപ്പുറത്ത് അവർ മറ്റേ പഴത്തിൻ്റെ ഉണ്ടായിരുന്നല്ലോ, അത് അപ്പുറത്ത് മൊത്ത പഴം ഇടുന്നുണ്ടായില്ല, പഴം കട്ട് ചെയ്ത് വെച്ചിട്ടേ അത് ഇട്ടിട്ടുണ്ട്. അവിടെ അച്ഛനും ഫ്രണ്ട്സൊക്കെ സംസാരിച്ച് നിൽക്കുക. അച്ഛനാട്ടോ ചെന്നിൻ്റെ ഈ കളി ഷട്ടില്. ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ ആ പാറ് കറക്കാൻ വേണ്ടി പോയിട്ട് പാറുണ്ടി കേട് വന്നാ. ആ താഴെ വീട് ചോദ്യം കിട്ടിയോളൂ. അവിടെ നമ്മൾ ലിച്ചുട്ട മറ്റേത് കറക്കാൻ വേണ്ടി പോകട്ടാ. കാറ്റാടി, നിങ്ങളുടെ അവിടെ എന്താ അതിന് പറയാ? കാറ്റാടി അതാ പറന്നു വിട്ടു. കറക്റ്റ് കിട്ടിയൊന്നുമില്ല, എന്നാലും അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചത് മാത്രം. അതാ കിടക്കണം. നമ്മളത് എത്ര വട്ടം കളിച്ചിട്ടുള്ള അല്ലേ, അത് കാണുമ്പോൾ പഴയകാലം ഓർമ്മ വരും. അവിടെ ഒക്കെ സെറ്റായിട്ട് കേട്ടോ. എല്ലാ ഇതൊക്കെ ആയി, വിളക്കൊക്കെ എടുത്ത് വെക്കാൻ പരിപാടി, എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാൻ പോവാണേ. ഓരോരുത്തരൊക്കെ എടുത്തു വെച്ചു. പൊങ്കാല അങ്ങനെ ഈ കൊല്ലത്തെ പൊങ്കാല അങ്ങോട്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ പൊങ്കാലയൊക്കെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അമ്പലത്തിൽ അന്നദാനം ഉണ്ട് കേട്ടോ. ഒരു 11:30 ആകുമ്പോഴേക്ക് ഇത് കഴിഞ്ഞായിരുന്നു. ഇനി ഒരു 12:30 ആകുമ്പോൾ അവിടെ ചോറ് കൊടുക്കാം. അന്നദാനമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം ഞങ്ങൾ. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ നല്ല വീട്ടിൽ പോയിട്ട് സെറ്റായിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വരുവേ. എന്താ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. ആദ്യം വിളക്കൊക്കെ പിടിച്ച് സെറ്റായി. ഇത് നോക്കിയാൽ അടുപ്പ് ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടണം കേട്ടോ. പൊങ്കാലയ്ക്ക് റിട്ടേൺ പോവുകയാണേ. തലിച്ചു ഇതാ പോണ്ട് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് പൊങ്കാലൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്നാ കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട്. ഇവിടെ പൊങ്കാലയ്ക്ക് ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനം അപ്പോൾ കേട്ടോ അവിടെയൊക്കെ മരത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഇതാ അവിടെ ഈ കട്ട വെയിലാണ് കേട്ടോ. അതാ കേട്ടോ വെയിലത്തൊക്കെ അവിടെ ജനതയമ്മ ക്യൂ നിൽക്കുന്നുണ്ട്.
ഇതാണ്ടാ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല വെയിലുണ്ട്. പിന്നെ നമുക്ക് അവിടെ എല്ലാം പ്ലേറ്റിലാട്ടോ എടുക്കുക. നമ്മൾ ക്യൂ നിന്നിട്ട് ഓരോ പ്ലേറ്റ് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് നമ്മൾ ഫുഡ് അതിൽ നമുക്ക് എല്ലാം തരും. അത് മേടിച്ച് നമ്മൾ അവിടെ ഇവിടെ പോയി ഇരിക്കുക. സ്റ്റേജ് പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ പൊങ്കാലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക്